ഇന്ന് നമുക്കൊരു കൊള്ളിയും ചിക്കൻ പാർട്സും കൂടിയിട്ടുള്ളത് കണ്ടാലോ, വിഭവം കണ്ടാലോ. അതപ്പോൾ കടുകൊക്കെ പൊട്ടിച്ചു, അതിലേക്ക് ഇതാ സബോള ഇട്ടു കേട്ടോ. അപ്പം ഞാൻ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്, കൊള്ളി ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ സബോള ഇട്ടു, പച്ചമുളക് ചേർത്തു, കടുക് പൊട്ടിച്ചിട്ട് അതിലേക്കാണ് കേട്ടോ. ഇതാ മുളക് പൊടി ചേർത്തു, എന്നിട്ട് ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ചിക്കൻ മസാലപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലപ്പൊടി ചേർത്ത്, എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതൊക്കെയാണ് ഇതിലെ വിഭവങ്ങൾ ഇടുന്നത് കേട്ടോ, ചേർക്കണത്. അത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കുക. നന്നായി ഇളക്കി ഇതൊരു പാകമായി വരുമ്പോൾ അതാ ചിക്കൻ ചേർത്തു. ചിക്കൻ്റെ പാർട്സും കുറച്ച് ചിക്കനും ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ചേർത്ത്. നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതാ കൊള്ളി ചേർത്തു കേട്ടോ. അതൊന്ന് നന്നായി കുറുകി വന്നതിന് ശേഷം കേട്ടോ, ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു ഇതിൽ, അതൊന്ന് കുറുകി വന്നതിന് ശേഷമാണ് കൊള്ളി ഇട്ടത് കേട്ടോ. അപ്പോൾ അതാ കൊള്ളിയൊക്കെ നന്നായി ഇതാ കണ്ടില്ലേ, നല്ല ഇതിൽ വന്നു. ഇനി ഇതാ എല്ലാ ഭാഗത്തേക്ക് ആ മസാല പിടിക്കാൻ നന്നായി ഇളക്കണം. ഇതാ നമ്മളിതാ സെർവ് ചെയ്യട്ടെ. അതിൽ എല്ലാതും കഴിഞ്ഞു. അപ്പോൾ ഇതാ നമ്മൾ സെർവ് ചെയ്യാണ്. പ്ലേറ്റിലേക്ക് ആക്കി. നമ്മൾ സബോളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അത് അതിൻ്റെ മീതെ കൂടെ ഇതാക്കണം കേട്ടോ ചെയ്യണത്. അപ്പോൾ നമ്മൾ സബോള അരിഞ്ഞതെടുത്തിട്ട് നന്നായി തിരുമ്പിയിട്ട് അതിൻ്റെ മീതെ കൂടെ ഇട്ടു. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും ചേർക്കണം കേട്ടോ, മല്ലിച്ചപ്പും. മല്ലിച്ചപ്പ്. ഇതാണ് എൻ്റെ 4 മണിത്തെ വിഭവം. ജിഷ്ണുവിന് വലിയ ഇഷ്ടമാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയ. അപ്പോൾ അവനെ നല്ല കാര്യമാണ്. അപ്പോൾ അവനെ ഉണ്ടാക്കി കൊടുക്കണ്ടേ.